ഞങ്ങൾ ഈ ദൈവത്തെ തേടിപ്പോയതല്ല. ഇന്ന് ദൈവങ്ങളെ തേടി അവിടെയും ഇവിടെയും കടന്നു പോകുമ്പോ, ദൈവങ്ങളെ തേടി ദൈവം ഇരിക്കുന്നിടത്ത് പോകുമ്പോ, കഴിഞ്ഞ ദിവസം ഒരു മനുഷ്യൻ ഒരു സ്തോത്രം ഒരു ആരാധനാലയത്തിനകത്ത് ചെല്ലുമ്പോൾ ആരാധനയുടെ നട അടച്ചിട്ടിരിക്കുന്നു. ആ മനുഷ്യൻ നടയിൽ നിന്ന് കരഞ്ഞു, അയ്യോ എനിക്ക് എന്റെ ദൈവത്തെ കാണാൻ കഴിയത്തില്ലല്ലോ, നട അടച്ചല്ലോ, എനിക്ക് ദൈവത്തെ കാണാൻ കഴിയത്തില്ലല്ലോ, എന്റെ വിഷയങ്ങൾ എനിക്ക് പറയാൻ പറ്റത്തില്ലല്ലോ. അപ്പൊ ഒരു മനുഷ്യൻ വന്ന് പറഞ്ഞു, നാളെ ഒരു 10 മണിയാകുമ്പോ വന്നാൽ മതി, ദൈവത്തെ കാണാം, ദൈവത്തെ കണ്ട് പറയാൻ പറ്റും കാര്യങ്ങൾ. എന്നാൽ ഞാൻ പറയട്ടെ, നടയടച്ചത് കൊണ്ടോ പള്ളിയിലെ വാതിൽ അടച്ചത് കൊണ്ടോ ദൈവത്തെ നമുക്ക് നിഷേധിക്കപ്പെടാം. ഒരുപക്ഷെ ഞങ്ങൾ പ്രസംഗിക്കുന്ന ദൈവം നടയടച്ചാലും വാതിലടച്ചാലും ഏത് സമയത്തും നമ്മൾ അടുക്കൽ ഇറങ്ങി വന്ന് നമ്മെ സ്നേഹിക്കുന്ന, നമ്മൾ അടുക്കലേക്ക് ഇറങ്ങി വരുന്ന ദൈവത്തിന്റെ വചനം പഠിപ്പിക്കുന്നു, നിങ്ങൾ എങ്കിലേക്ക് അടുത്തു വരുവിൻ, ഞാൻ നിങ്ങളിലേക്ക് അടുത്തു വരാം. നമുക്ക് ദൈവം നമ്മുടെ അടുക്കലേക്ക് ഇറങ്ങി വരുന്നു. അതാണ് കർത്താവ് യേശു ക്രിസ്തു. ഹൃദയം നുറുങ്ങിയവർക്ക് യഹോവ സമീപസ്ഥൻ, മനസ്സ് തകർന്നവരെ അവൻ രക്ഷിക്കുന്ന ദൈവം. ആ ദൈവത്തെയാണ് ഞങ്ങൾ ഉയർത്തുന്നത്. ലോക സുഖങ്ങൾ, ലോകത്തിലെ ആഡംബര ജീവിതങ്ങൾ, ലോകത്തിലെ സന്തോഷങ്ങൾ ഇതൊന്നും ശാശ്വതമല്ല, ഇതൊന്നും നിലനിൽക്കുന്നതല്ല. എന്നാൽ ഞാൻ വിളിച്ചു പറയുന്ന സുവിശേഷം ദാവീദിന്റെ സന്തതിയായി ജനിച്ചു മരിച്ച് അടക്കപ്പെട്ട് 3-ാം ദിവസം ഉയർത്തെഴുന്നേറ്റ കർത്താവ് യേശു ക്രിസ്തു. ഞങ്ങൾ പ്രസംഗിക്കുന്ന യേശു നമുക്ക് ജീവിച്ച് ഇന്നും ജീവിക്കുന്നവൻ, ജീവിച്ചു മരിച്ച് പിന്നെയും മരിച്ച് ജയിച്ചവൻ, ജയിച്ചവനെയാണ് ഞങ്ങൾ ഉയർത്തുന്നത്. ആ ഉയർത്തുന്ന യേശുവിനെ ഈ ദേശത്തിൽ ഉയർത്തി കാണിക്കാൻ ഞങ്ങൾക്ക് കിട്ടിയ നല്ല സാവകാശങ്ങളെ ഓർത്ത് ഞങ്ങൾ ദൈവത്തിൽ സ്തോത്രം ചെയ്യുന്നു. ഞങ്ങൾ പറയട്ടെ, ഞങ്ങളെ ഉയർത്തുകയല്ല, ഞങ്ങളുടെ മതത്തെ ഉയർത്തുകയല്ല, ഞങ്ങളുടെ പ്രസ്ഥാനത്തെ ഉയർത്തുകയല്ല, ഞങ്ങളുടെ പള്ളികളെ ഉയർത്തുകയല്ല, ഞങ്ങൾക്ക് വേണ്ടി ജീവൻ തന്ന യേശുവിനെ ഞങ്ങൾ ഉയർത്തുകയാണ്. ആ യേശു പാപമില്ലാത്തവനാണ്, യേശു നിർദോഷിയാണ്, യേശു നിഷ്കളങ്കനാണ്, യേശു പാപരഹിതനാണ്, യേശു പവിത്രനാണ്. ആ ദൈവം നമ്മൾ എത്ര ഉയർത്തിയാലും ഈ ദൈവത്തെ മതിവരത്തില്ല. കാരണം ദൈവത്തിന്റെ വചനം പഠിപ്പിക്കുന്ന യേശുവിന്റെ ജനം ഒരു മുൻകൂട്ടിയുള്ള ഒരു നിർണയമായിരുന്നു. പ്രവാചകന്മാർ മുൻനിർണയപ്രകാരം അതിനെ പ്രസ്താവിച്ച ഒന്നാണ് യേശു ബെത്ലഹേമിൽ ജനിക്കുമെന്നും യേശു പുൽത്തൊട്ടിയിൽ ജനിക്കുമെന്നൊക്കെ ദൈവത്തിന്റെ വചനം നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. എന്നാൽ ഇന്നും യേശു പുൽത്തൊട്ടിയിൽ കിടക്കുന്ന യേശുവിനെ സേവിച്ചു പോവുകയാണ്. ഞങ്ങൾ പ്രസംഗിക്കുന്ന യേശു പുൽത്തൊട്ടിയിൽ നിന്നും വളർന്നു, യേശു ബെത്ലഹേമിൽ നിന്നും വളർന്നു, ഉയർത്തെഴുന്നേറ്റ യെരൂശലേമിലെ തെരുവീഥികളിൽ വളരെ ശക്തമായ രീതിയിൽ മാതാപിതാക്കൾക്ക് കീഴ്പ്പെട്ട് അനുസരിച്ച് അംഗീകരിച്ച് ബെത്ലഹേമിൽ ജനിച്ച യേശു കർത്താവ് യെരൂശലേമിന്റെ പല പ്രാന്തപ്രദേശങ്ങളിൽ ചുറ്റി സഞ്ചരിച്ച് വളരെ അത്ഭുതങ്ങളും അടയാളങ്ങളും ചെയ്ത് 33 വയസ്സ് വരെ ഈ ഭൂമിയിൽ ജീവിച്ച്, ഈ ഭൂമണ്ഡലത്തിൽ ജീവിച്ച് തന്റെ ആ ശരീരത്തെ സ്വയം ഒരു യാഗമായി സമർപ്പിച്ചുകൊണ്ട് കേവലം മനുഷ്യനായി വന്ന കർത്താവ് യേശു ക്രിസ്തു, കേവലം മനുഷ്യനായി വന്ന ഒരു കർത്താവ് യേശു ക്രിസ്തു ഇന്ന് ദൈവമായി അതേ പദവിയിൽ അനേകം തുടരുമ്പോ മനുഷ്യർ ദൈവമെന്ന് പറഞ്ഞ് അവിടെ പദവിയിരിക്കുമ്പോ ആ പദവികളെല്ലാം ഉപേക്ഷിച്ച് ആ സ്ഥാനം എല്ലാം ഉപേക്ഷിച്ച് കർത്താവ് യേശു ക്രിസ്തു ഈ ഭൂമിയിൽ വന്നപ്പോ രാജാവാക്കുവാൻ ഒത്തിരി പേര് ശ്രമിച്ചു, രാഷ്ട്രീയത്തിലേക്ക് കൊണ്ടുവരാൻ നോക്കി, മതത്തിൽ ചേർക്കാൻ നോക്കി. യേശു ഇതിനെല്ലാം തിരസ്കരിച്ചുകൊണ്ട് മതത്തിന്റെ ചട്ടക്കൂടുകളെയും പാരമ്പര്യത്തിന്റെ ചട്ടക്കൂടുകളെയും രാഷ്ട്രീയ ചട്ടക്കൂടുകളെയും എല്ലാം പൊളിച്ചുകൊണ്ട് ഇതിനൊന്നിനും പ്രാധാന്യം കൊടുക്കാതെ യേശു ഈ ഭൂമിയിൽ ജീവിച്ചു.